കാരണവന്മാർ പറയുന്നല്ലോ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടാകുമെന്ന് പറഞ്ഞ സ്ഥിതിയായി. ഇതിപ്പോൾ ഞാൻ ഇതിന് വളം കൊടുക്കാവുന്ന അത്രത്തോളം കൊടുത്തു. തടിമാടന്മാരായിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ. എന്തായാലും ചാണകവെള്ളമൊക്കെ ഒഴിച്ചിട്ട് എന്നാൽ ഇതൊന്ന് പൂവിട്ട് കാണാനുള്ള കൊഴിക്ക് ലാസ്റ്റ് ഞാൻ നഴ്സറി പൈപ്പ് വെച്ചിട്ട് DAP കിട്ടിയായിരുന്നു. ആ DAP ഇട്ടു. എന്നാൽ പെട്ടെന്ന് പൂവിടാൻ വേണ്ടിയിട്ടുള്ള വെള്ള കളറുള്ളത് ഇട്ട് കൊടുത്തു. അതൊക്കെ ഇട്ടിട്ടും വെന്തിപ്പൂവിന് വെന്തിച്ചെടിക്ക് യാതൊരു അനക്കവുമില്ല. അതങ്ങനെ നിൽക്കുക. ഇനി ഉണ്ടാകുമ്പോൾ ഉണ്ടാകട്ടെ, അത്ര തന്നെ. ഒരു പരിധി കൂടുതൽ നമ്മൾ നോക്കാൻ പാടില്ലേ ഏത് കാര്യമാണേലും. എങ്കിലും ഈ ചെടി എന്തായാലും ഉഷാറായിട്ടോ. ഈ ചെടികളെല്ലാം വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുക. ഇത് എനിക്ക് കൊതി മൂത്തേച്ചിട്ട് എനിക്കൊരു സ്റ്റൂൾ ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. ഞാൻ ഉണ്ടാക്കിയതല്ലേ, എന്നെക്കൊണ്ട് എന്തായാലും ഇത് കൂടിയാൽ കൂടിയെന്ന് ഉറപ്പാണ്. അപ്പം ഞാനിതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഐഡിയപരമായിട്ട് എനിക്ക് ചെയ്തു തന്നതാണ്. അപ്പം ഞാനത് വിണ്ട് കീറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ നനച്ച് തുണിയിട്ടേക്കുന്നത്. ഇനി പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. എന്തായാലും ഈ ഭാഗത്തെ വെന്തി മനസ്സറിഞ്ഞ് പൂക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു മഞ്ഞമയമാണ് ഇപ്പം നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാണാൻ എന്തായാലും ഒരു ഭംഗിയൊക്കെ ആയിട്ടോ. ഒന്നുമില്ലാതെ കാട് പിടിച്ച് കിടന്നിടത്ത് ഇത്രയൊക്കെ ആക്കിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. ഇപ്പം തല നിറച്ച് ചെടി എന്നൊരു വിചാരമായതുകൊണ്ട് എവിടെ നിന്ന് എന്ത് കണ്ടാലും ചെടി കണ്ടാൽ അന്നേരം മേടിച്ചുകൊണ്ട് വരും. പള്ളിയിൽ കഴിഞ്ഞ ദിവസം ചെടി വെട്ടി കളഞ്ഞു കഴിഞ്ഞപ്പോഴേ ഒന്നും നോക്കിയില്ല, വേഗം പോയി അവിടുന്ന് കുറച്ച് കമ്പ് വെട്ടിക്കൊണ്ടു വന്നു.